ഇപ്പോൾ 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ്. 2024 പുറത്തു വന്ന നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആയുഷ് സേവനങ്ങൾക്കായുള്ള OP വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഓഫീസ് തലത്തിലെത്താതെ ജനങ്ങൾക്ക് ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച K-സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ ആദ്യ പെർമിറ്റ് ലഭിച്ച ഏത് കോർപ്പറേഷനാണ്? കോഴിക്കോട് കോർപ്പറേഷൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നയപ്രഖ്യാപനം അവതരിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 78 സെക്കൻഡ്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരെ സഹായിക്കാനായി എലീന എന്ന പേരിൽ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരെ സഹായിക്കുന്നതിന് എലീന എന്ന പേരിൽ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ആ പേരിനകത്തുണ്ട്, എലീനയ്ക്കകത്താനുണ്ട്. എലിക്കുളം എവിടെയാണ്? കോട്ടയത്തെ എലിക്കുളത്താണ് എലീന എന്ന പേരിൽ റോബോട്ടിനെ നിയമിച്ചത്. കേരള സർക്കാരിന് കീഴിലെ ആദ്യത്തെ സീഫുഡ് കഫേ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? സീഫുഡ് കുളം, ഒരു കുളമാണ് ആഴക്കുളം. സീഫുഡ് കഫേ പ്രവർത്തനം ആരംഭിച്ചത് ആഴക്കുളം. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചും കാർഷിക മേഖല ഉടച്ചുവാർക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 കേരള സർക്കാർ നടപ്പിലാക്കുന്ന കേര പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ലോകബാങ്ക്. ഇപ്പോൾ കേര പദ്ധതി, അതായത് കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചും കാർഷിക മേഖല ഉടച്ചുവാർക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 കേരള സർക്കാർ നടപ്പിലാക്കുന്ന കേര പദ്ധതി കേട്ടോ, ലോകബാങ്കാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് 33 വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ശലഭമാണ് സിഗരറ്റി മേഘാലയൻ കേട്ടോ, മേഘാലയൻ. അതായത് പശ്ചിമഘട്ടത്തിൽ നിന്ന് 33 വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ശലഭമാണ് സിഗരറ്റിസ് മേഘാലയൻ. 2025-26 അധ്യയന വർഷം മുതൽ പോക്സോ നിയമം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ നഗരമാണ് കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് കൊച്ചി. സിഗ്നലുകളില്ലാത്ത കേരളത്തിലെ ആദ്യ പ്രധാന റോഡാണ് NH66 കേട്ടോ. സിഗ്നലുകളില്ലാത്ത കേരളത്തിലെ ആദ്യ പ്രധാന റോഡ് NH66. എവിടെ മുതൽ എവിടം വരെ? കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ. അപ്പോൾ തലക്കാടി മുതൽ കഴക്കൂട്ടം വരെയാണ് NH66.